ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കോളിഫ്ലവർ ക്യാപ്സിക്കം മസാല ഉണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കറിക്ക് ആവശ്യമായ കോളിഫ്ലവറിൻ്റെ ഇലയും തണ്ടുമൊക്കെ കളഞ്ഞ് ചെറിയ ഇതളുകളായി കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 500 ഗ്രാം തൂക്കം വരുന്ന ചെറിയ ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനിയും കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ കൂടി ഇടാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോളിഫ്ലവറിനകത്ത് കീടങ്ങളോ പുഴുക്കളോ വിഷാംശമോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു 2 മിനിറ്റോളം തിളപ്പിച്ച ശേഷം ഇത് കോരി വെള്ളം തോരാൻ വയ്ക്കാം. കറി ഉണ്ടാക്കുന്നതിനായി ഒരു ഉരുളിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കോളിഫ്ലവറും കൂടി ഇടാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത മീഡിയം സൈസ് 3 സവാളയും 2 പച്ചമുളകും കൂടി ഇടാം. സവാളയൊന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത വലിയൊരു ക്യാപ്സിക്കവും 1 തക്കാളിയും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കവും കോളിഫ്ലവറും ഒക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. നിങ്ങളുടെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ കറിയിൽ പ്രത്യേകിച്ച് സോസൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസോ ടൊമാറ്റോ സോസോ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇപ്പം മസാലകളൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയും 2 വലിയ പഴുത്ത തക്കാളി മിക്സിയിൽ അടിച്ചത് കൂടി ചേർക്കാം. തക്കാളി അടിച്ചൊഴിച്ചതല്ലാതെ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കറിക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റായി. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. മസാലയൊക്കെ കറിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ രുചിയിൽ തയ്യാറാക്കിയ കോളിഫ്ലവർ ക്യാപ്സിക്കം മസാല തയ്യാറായിട്ടുണ്ട്. ഇത് ദോശയ്ക്ക് സാമ്പാറിന് പകരമോ ചപ്പാത്തി അപ്പം തുടങ്ങി എന്തിൻ്റെ കൂടെയും ചേരുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.